എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള 3 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം ഉള്ളിയും പരിപ്പും കൊണ്ടുള്ള തീയലാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള അത്രയും കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 2-3 തവണ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നീട് അത് കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചതിന് ശേഷം കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പരിപ്പ് കുതിർന്ന് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പിന് വേണ്ടിയുള്ള തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ആവശ്യമുള്ള അത്രയും തേങ്ങയും പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുക്കുന്നതിന് വേണ്ടി തേങ്ങ എടുക്കുമ്പോൾ എപ്പോഴും ഒരേപോലെ തിരുമ്മിയെടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സമയം അത്രയും ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോഴാണ് കറിക്ക് നല്ലൊരു കളറും മണവും ഒക്കെ കിട്ടുന്നത്. ഫ്ലെയിം നന്നായി സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് കളർ മാറി വരുന്ന സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റാം. ഇനി അത് തണുത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം. ഒരു 10-20 ചെറിയ ഉള്ളി എടുക്കാം. അത് ഇതേപോലെ തൊലി കളഞ്ഞ് നന്നായി കഴുകിയതിന് ശേഷം 2ആയിട്ടോ 4ആയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഉള്ളി ഈ തീയലിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉള്ളിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാനുള്ള ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ എണ്ണയിലിട്ട് മൂപ്പിച്ച് തീയിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ഒരു സാധനമാണ് ഈ തേങ്ങാക്കൊത്ത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. ഉള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനൊന്നും പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. എത്ര ചേർത്ത് കൊടുത്താലും നല്ലതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പം പരിപ്പ് ഈ സമയം കൊണ്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ആ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറ്റിയതിന് ശേഷം ഉള്ളിയിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി പരിപ്പും ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം ഒന്ന് ഇങ്ങനെയൊന്ന് എണ്ണയിലിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റോളം ഇതിങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നല്ലതുപോലെ തുറന്നതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതിയാകും. കുതിർന്ന പരിപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും വറുത്ത് വെച്ചിരുന്ന തേങ്ങ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അത് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലേശം പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് പുളി മതിയാകും. അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. വേകാൻ വെച്ചിരുന്ന പരിപ്പ് ഒന്നുകൂടി ഒന്ന് മൂടി തുറന്ന് ഇളക്കി നോക്കാം. അപ്പം പരിപ്പ് ഈ സമയമാകുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. എടുത്ത് നമുക്ക് നോക്കാം. അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയമാകുമ്പോഴേക്കും അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് നന്നായിട്ട് വെന്തതിന് ശേഷം അരപ്പൊഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരുപാട് ലൂസായി പോകുന്ന തീയലല്ല, കുറച്ച് വെള്ളം മാത്രം മതിയാകും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം.
ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ തീയിൽ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മൂടി വെച്ച് ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കാം. മീഡിയത്തിലാക്കി ഒരു 5 മിനിറ്റ് ഇട്ട് ഇതിന് ശേഷം വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ തീയിൽ നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള തീയലാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് കുറുകിയിരിക്കുന്ന തീയലാണ്. അടുത്തത് ചീരത്തണ്ടും ചക്കക്കുരു മാങ്ങയും കൂടി ഇട്ട് തയ്യാറാക്കിയിട്ടുള്ള കറിയാണ്. ഈ ഒഴിച്ചുകറി തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ചീരത്തണ്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചീരയില നമുക്ക് തോരൻ വയ്ക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിൻ്റെ തണ്ടെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് ഒരു നീളത്തിൽ ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം. ചീരത്തണ്ട് മുറിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചീര ഇലയും കൂടി അരിഞ്ഞിടുന്നുണ്ട്. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇലയും കൂടി ഇട്ട് കറി വയ്ക്കുമ്പോൾ. അപ്പം കുറച്ച് ഇല മാത്രം മതിയാകും തണ്ടിന് കൂടെ ഇട്ട് വയ്ക്കാനായതുകൊണ്ട്. അപ്പോൾ ഇലയും ഈ ഒരു വലുപ്പത്തിലൊന്ന് മുറിച്ചെടുക്കാം. ഇത് രണ്ടും കഴുകിയതിന് ശേഷമാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചക്കക്കുരുവാണ്. അപ്പം മുകളിലെ തൊലി കളഞ്ഞിട്ട് ഞാൻ ചക്കക്കുരു കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ ബ്രൗൺ സ്കിന്ന് ഇളക്കി വരാൻ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചക്കക്കുരുവിൻ്റെ ബ്രൗൺ സ്കിന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം അതിനെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ ചക്കക്കുരു എടുത്ത് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ രണ്ടായിട്ടൊന്ന് പിളർത്തിയെടുത്താൽ മതിയാകും. ചെറിയ ചക്കക്കുരുവാണ്. വലുതാണെങ്കിൽ നമുക്ക് മൂന്നായിട്ടൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ ചക്കക്കുരു ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നേരത്തെ നമ്മൾ ചീര അരിഞ്ഞു വെച്ചിരിക്കുന്ന ചട്ടിയിലേക്ക് ചക്കക്കുരുവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ നന്നായിട്ട് വെള്ളത്തിലൊന്ന് മിക്സായി കിട്ടണം. അതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇത് വേകാൻ വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി ആവശ്യമുള്ള തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകിയതും കൂടി ചേർത്ത് കൊടുക്കാം. അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ അത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി നേരത്തെ കഷ്ണങ്ങൾ വേകാൻ വെച്ചിരുന്നതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയിലൊരു ശകലം മതിയാകും. ഈ ഒരു രീതിയിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അത് വേകാൻ വെച്ചിരുന്ന കഷ്ണങ്ങൾ തുറന്ന് നോക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് ചക്കക്കുരു എടുത്ത് നോക്കാം വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്ന്. ചക്കക്കുരു ആയി കുറച്ച് അധികം സമയം വേകാൻ വേണ്ടത്. അത് ചക്കക്കുരു എടുത്തതിന് ശേഷം ഒന്ന് വെന്തോന്ന് നോക്കാം. അപ്പോൾ ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് പുളിക്ക് ആവശ്യമുള്ള മാങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ പുളി അനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. മാങ്ങയും ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാങ്ങ ഇനി വെന്ത് വരുന്നവരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ വേകാനിട്ടിരുന്ന മാങ്ങയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എത്രത്തോളം കറിക്ക് വെള്ളം ആവശ്യം വരുന്നുണ്ടോ അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കറി നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും. തിളച്ച് വരാൻ തുടങ്ങുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
കറി തിളച്ച് പോരും. തിളച്ച് പോയാൽ തേങ്ങാക്കറിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുമാതിരി പിരിഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുത്താൽ മതിയാകും. തിളയ്ക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയമൊക്കെ ആവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടി വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ താളിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ താളിച്ചതും ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് മുകളിലൊന്ന് നിരത്തി കൊടുക്കാം. നിരത്തി കൊടുത്തതിന് ശേഷം ചട്ടിയൊന്ന് മൂടി വെച്ച് കൊടുക്കണം. ഒരു 5 മിനിറ്റോളം അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് കറി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചീരത്തണ്ട് ചക്കക്കുരു മാങ്ങക്കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ചീരത്തണ്ട് ചീര ഇലയും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിനൊരു ലൈറ്റ് റെഡ് കളറാണ് കറിക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കറി ഒന്ന് തയ്യാറാക്കി നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അടുത്തത് എപ്പോഴും തയ്യാറാക്കുന്ന ചീരത്തോരനിൽ നിന്ന് വ്യത്യസ്തമായി നല്ല അടിപൊളി രീതിയിൽ തയ്യാറാക്കിയ ഒരു തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ തണ്ടെടുത്ത് മുറിച്ച് മാറ്റിയതിൻ്റെ ചീരയിലയാണിത്. ചീരയില നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. തീരെ വലിപ്പം കുറച്ച് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. കട്ടിംഗ് ബോർഡിൽ വെച്ചോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചോ ഒക്കെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാൻ. ചീരയില അരിഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് വലുപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ തോരൻ കാണാനും കഴിക്കാനും ഒരു ഭംഗി കാണത്തില്ല. അപ്പോൾ ഈ രീതിയിൽ വളരെ ചെറുതായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. ചീരയുടെ തണ്ട് ഇപ്പോൾ കറി വയ്ക്കാൻ എടുത്തത് കൊണ്ടാണ് ഇതിനകത്ത് ഇല മാത്രം ഉള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചീരത്തണ്ടിൻ്റെ ഒരുപാട് മൂത്ത് പോകാത്ത ചീരത്തണ്ടാണെങ്കിൽ നമുക്ക് ഇലയുടെ കൂടെ തന്നെ അരിഞ്ഞിട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇലയെല്ലാം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ പരിപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല രീതിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാനാണ്. അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയത് ആ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയും കൂടി നന്നായിട്ട് അതിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. എണ്ണയിൽ കിടന്ന് തേങ്ങ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. തേങ്ങയുടെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറാകുന്നവരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങയും മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായി സിമ്മിലാക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചേർത്ത് കൊടുത്ത മുളക് പൊടി ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ മുളക് പൊടി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ആ വറുത്തതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു പകുതി സവാള ഇതേപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് കളറ് മാറി വരണം. സവാള കളറ് മാറി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ വെളുത്തുള്ളിയും കൂടി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചേർത്ത് കൊടുത്ത സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ പുളിയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. അതും ചൂടായി വരുന്ന സമയത്ത് ഇത് ഇനി നമുക്ക് അടുപ്പിൽ നിന്നും കോരി മാറ്റാം. ഇത്രയും മതിയാകും. ഇനി നമുക്ക് നേരത്തെ കോരി വെച്ചിരുന്നതുപോലെ തന്നെ ആ പാത്രത്തിലേക്ക് ഇതും കൂടി ആക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. അത് മാറ്റി വയ്ക്കുക. നന്നായിട്ട് തണുക്കട്ടെ. ഈ സമയത്ത് ബാലൻസുള്ള എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് രണ്ടും നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചീര ഇതേപോലെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ചീര ഇലയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇലയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പിടിക്കണം. അതുവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്ന സമയത്ത് ഇല ചെറുതായിട്ടൊന്ന് വാടി വരും. ആ സമയത്ത് നമുക്ക് ചട്ടി ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഫ്ലെയിം നന്നായി സിമ്മിലാക്കി ഇലയൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇനി വറുത്ത് വെച്ചിരുന്നതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഇല നന്നായിട്ട് ആവിയിൽ കിടന്നൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വറുത്തതെല്ലാം കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചീരയിലയുടെ പുറത്തേക്ക് ആക്കി കൊടുക്കാം. ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇനിയൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി മൂടി വെക്കേണ്ട. ഇതെല്ലാം നമ്മൾ ഓൾറെഡി മൂപ്പിച്ചെടുത്തത് കൊണ്ട് തന്നെ ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല. ചീരയിലയുടെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അതെല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചീരയിലത്തോരൻ റെഡിയായി കഴിഞ്ഞു. എപ്പോഴും തയ്യാറാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.